ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അപ്പം വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ പോലൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല, ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ ഈസി പീസി വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കല്യാണ സീസണൊക്കെ വരാറായി, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. സാധാരണ ഈ മലയാളി പെൺകുട്ടികളൊക്കെ അങ്ങനെ ഐ മേക്കപ്പ് ഒന്നും ഇങ്ങനെ ലാവിഷായിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണ്, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ വിളിച്ച് വെഡിങ് ഗസ്റ്റ് ലുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അങ്ങനത്തെ ലുക്സൊക്കെ ചെയ്യാറുള്ളൂ. ഇല്ല, സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അധികം പെൺകുട്ടികളും നോർമലി ചെയ്യുന്ന ഒരു ലുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കണ്ടെന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വർക്ക്സ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ Parvathy_makeup എന്ന പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ Parvathy_makeup എന്ന പേജ് ID ഇൻസ്റ്റാഗ്രാം ID ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് പ്രെപ്പ് ചെയ്യുകയാണ്. പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ക്ലെൻസിങ് ചെയ്യണം, അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സ്റ്റെപ്പ് ഞാൻ കാണിച്ചിട്ടില്ല, മോയ്സ്ചറൈസറിൻ്റെ സ്റ്റെപ്പ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. മോയ്സ്ചറൈസറിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ Aqua ബ്ലാസ്റ്റ് മോയ്സ്ചറൈസറാണ്. ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന രീതിയിലുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, നല്ലൊരു മോയ്സ്ചറൈസറാണ്. 800+ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിന്നോ ഓയിലി സ്കിന്നോ ഏത് സ്കിൻ ടൈപ്പ് ആയാലും നിങ്ങൾക്ക് നല്ലപോലെ ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ഐബ്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഐബ്രോസ് ചെയ്യാതെ ഒരു കളിയില്ലല്ലോ. ഐബ്രോസ് ആണ് നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യണം. അപ്പം ഐബ്രോസ് നല്ലപോലെ തന്നെ വരച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഞാനൊരു ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, മിസ് ക്ലെയറിൻ്റെ. അത് വലിയ റേറ്റൊന്നുമില്ല, ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഒരു ഐബ്രോ പെൻസിലാണ്. പക്ഷേ ഒന്ന് ഷാർപ്പൻ ചെയ്ത് വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ആ ഒരു പിൻ പോയിൻ്റ് പോലുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഹാർഷായിട്ടുള്ള ലൈൻസ് വരും. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മറ്റേ ഭൂതത്താൻ പോലെ ഇരിക്കും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ജെൻറ്റിലായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അതിനുശേഷം എൻ്റെ ബാക്കിൽ തന്നെ സ്പൂളി പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് കോംപ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. 135N ആണ് ഷെയ്ഡ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ മാക്കിൻ്റെ NC37 കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇതിൽ ചെറിയൊരു കുഞ്ഞ് ഇതിൽ സാമ്പിളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് എനിക്കൊരു ബ്രൈറ്റർ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാക്ട് ഷെയ്ഡും ആവും, എന്നാൽ ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ്സും കൂടെ വരും. അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം. കറക്റ്റ് ഒരു ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിച്ച് യൂസ് ചെയ്യാം. അതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലേ കണ്ടു നോക്കണ്ട. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കത് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഷെയ്ഡ് കണ്ടുപിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോ. ഓക്കെ, അപ്പം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കുരുവും പാടുകളും ഒക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ഡയറി പ്രോഡക്റ്റ്സ് അധികം കഴിക്കാൻ പാടില്ല, പക്ഷേ ഞാൻ ഈയിടെയായിട്ട് പനീറൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഫേസിൽ അധികമായിട്ട് അത് വരുന്നത്. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അത് പാർട്ട് ഓഫ് ദ ഗെയിം. ഫേസ് ആകുമ്പോഴത്തേക്കും കുരുക്കൾ വരും, അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ വരാറ്. സോ അപ്പോൾ അതൊന്നും ഹൈഡ് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സിമ്പിൾ ആ ഫൗണ്ടേഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കളർ കറക്ഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. കാര്യം ചിലർക്ക് അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. സോ അതൊന്നും ഇപ്പോൾ ഇതിൽ വേണ്ട. നമ്മൾ നോർമലി സാധാരണ ഒരാൾ എങ്ങനെയാണ് ചെയ്യണം ആ രീതിയിലാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ടൈപ്പ് ഓഫ് കൺസീലേഴ്സും കളർ കറക്റ്റേഴ്സും ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഹൈ മേക്കപ്പ് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റേ ഐലൈനർ വെച്ചിട്ട്
ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഐ ഷാഡോസ് യൂസ് ചെയ്യുന്നില്ല, ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഐ ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിങ്ഡ് ലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ ലുക്കായതുകൊണ്ട് വിങ്ഡ് ലൈനർ ലുക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നല്ലതായിട്ടും ജസ്റ്റ് ഒന്ന് നീട്ടില്ല, എൻ്റെ ഐക്ക് ചേരുന്ന രീതിയിൽ വിങ്ഡ് ലൈനർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തത് കളർബാറിൻ്റെ എന്താ പറയുക ഐലൈനറാണ്. നല്ലൊരു ഐലൈനറാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ജെറ്റ് ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാം. അതിൻ്റെ ആ ഒരു എന്താ പറയുക ബ്രഷും ഭയങ്കര നല്ല രസമുള്ളൊരു ബ്രഷാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. എൻ്റെ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സ്ഥിരം ഇങ്ങനെ ലൈൻ ചെയ്ത് വരയ്ക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനങ്ങനെ അധികം ലൈൻ ചെയ്യാറില്ല, ജസ്റ്റ് മസ്കാര മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പുറത്തും അങ്ങനെയാണ് ഇപ്പം ചെയ്യാറ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും, ജസ്റ്റ് ഒരു കാജൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും ബ്രൗൺ ലൈനർ വരച്ചിട്ട്. അതൊക്കെ കുറച്ച് എളുപ്പ പരിപാടിയാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യണം. ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര കുറവാണ്. അതിനുശേഷം മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഫേക്ക് ലാഷസ് ഒന്നും വെക്കണമെന്നില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. കാര്യം ചില സ്റ്റെപ്സുകളൊന്നും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാവരും ചെയ്യണ രീതിയിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു മേക്കപ്പ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. മസ്കാര വെച്ചിട്ട് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. താഴെ മേലെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ കണ്ണിൻ്റെ താഴെ കാജൽസൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ മേക്കപ്പ്, നിങ്ങൾ ഐ ലുക്സ് അങ്ങനെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഐ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ സെറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യണം, ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്ലഷ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫേസ് കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയുക ജീവനോട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തും ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ക്രീം ബ്ലഷ് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ടിൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ്. അപ്പം അത് ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ചീക്കിലും താടിയിൽ മൂക്കിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എനിക്ക് താടിയിൽ മൂക്കിലൊക്കെ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്, നല്ല രസമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ. അത് ബ്രൈറ്റ്സിനായാലും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ എങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണോ മേക്കപ്പ് ചെയ്യാറ്, അതോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികളുണ്ടോ എന്നുള്ളതൊക്കെ താഴെ കോമെൻറ്റ് ചെയ്യുക. അപ്പം ഞാനതൊക്കെ വായിക്കാം, എനിക്ക് സന്തോഷമാണ് അതൊക്കെ വായിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ പറയുക പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ വന്നിട്ട് കെ ബ്യൂട്ടിയുടെ പൗഡറാണ്, അതും 130 എന്നാണ് തോന്നുന്നത്. പക്ഷേ അതെൻ പെർഫെക്റ്റ് ഷെയ്ഡ് അല്ല കേട്ടോ, ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ട്. വേറൊരു ഷെയ്ഡും കൂടെ നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വിചാരിച്ചു 130 എന്ന് പറയുന്നത് ന്യൂട്രൽ എന്നാണ് അർത്ഥം. ഓക്കെ, അതിൽ കുറേ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് വാം, കൂൾ, ന്യൂട്രൽ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇതുപോലെ കോമ്പാക്ട് പൗഡറൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ. കുറേ പേർക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം പൗഡർ വെച്ച് സെറ്റ് ചെയ്തില്ലേ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാലറ്റ് ഉണ്ട്, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണ്. ഇതിൽ കോൺടോർ വരുന്നുണ്ട്, ബ്ലഷ് വരുന്നുണ്ട്, ഹൈലൈറ്റർ വരുന്നുണ്ട്, എല്ലാം ഒരു പാലറ്റിൽ തന്നെ വരുന്നുണ്ട്. അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയൊരു പാലറ്റാണ്. അതിനെ കാണിച്ചു തന്നതാണ്, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്തത്, ബെക്കയുടെ ഹൈലൈറ്ററാണ്. സ്മാഷ് ബോക്സ് ആയിട്ട് ചേർന്ന് ഇറക്കിയ ബെക്കയുടെ ഹൈലൈറ്ററാണ്. ഭയങ്കര നല്ല ഹൈലൈറ്ററാണ്, നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും, ഭയങ്കര ഒരു ഗ്ലോയി ലുക്കൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം പൊളി സാധനമാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇങ്ങനെ നൈക്കയിലെ പിങ്ക് സമ്മർ സെയിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പാണ്. ലിപ്പിന് വേണ്ടിയിട്ട് ഒരു ലിപ്പ് ലൈനറും യൂസ് ചെയ്യുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. ലിപ്സ്റ്റിക്ക് വന്നിട്ട് Maybelline ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാര്യം ഞാൻ ഓർത്തിരിക്കുന്നില്ല ഷെയ്ഡ് സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം അത് നമ്മൾ ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ലൈൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക, അതാണ് കുറച്ചും കൂടെ ഭംഗി. ഓക്കെ, വെറുതെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാതെ ലിപ്പ് ലൈനർ വെച്ച് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ എങ്ങനെയാണ് ലിപ്പ് ലൈനർ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, ലൈൻ ചെയ്യണതും അതുപോലെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണതൊക്കെ പ്രോപ്പർ സ്റ്റെപ്പ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കണ്ടു നോക്കുക, ഹെൽപ്ഫുൾ ആവുമായിരിക്കും.
ഓക്കെ. അപ്പോൾ നല്ല ഷെയ്ഡല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഓറഞ്ചിഷ് ഒരു ടോൺ വരുന്ന രീതിയിലുള്ള ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടം. ഞാൻ എടുക്കുന്ന ഷെയ്ഡ്സ് എല്ലാം ഏകദേശം അതുപോലത്തെ ഷെയ്ഡ്സാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ച മിക്ക ലിപ്സ്റ്റിക്സും ഈ ഒരു ഷെയ്ഡ് റേഞ്ചിലുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലുക്സാണോ ഇഷ്ടം, അതോ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഐ മേക്കപ്പൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യുന്ന മേക്കപ്പ് ലുക്സാണോ ഇഷ്ടം, അതോ സിമ്പിളായിട്ട് ചെയ്യണമാണോ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ അങ്ങനത്തെ ലുക്സ് ചെയ്യാമല്ലോ, കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമ്മൾ എന്താ പറയുക ഫുൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇതാണ് ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.